Hello everyone, welcome to your new video. So, 2025 ഫെബ്രുവരി 20-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള പരീക്ഷയുടെ കൺഫർമേഷൻ നൽകാനുള്ള തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു എക്സാം കലണ്ടർ ഉണ്ട് ആഫ്റ്റർ കൺഫർമേഷൻ. അതിൽ കൊടുത്തിട്ടുള്ളത് കൺഫർമേഷൻ നൽകിയത് 6281 പേർ മാത്രമാണ് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. യെസ്, അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 70/2024, തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. പേ സ്കെയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഗസറ്റ് ഡേറ്റ് കഴിഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡിസംബർ 12-നായിരുന്നു, അല്ലെ 2 ദിവസം മുമ്പായിരുന്നു. IEOയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു, സാർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വിട്ടുപോയതാണ്. നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ എന്ന് പറയുന്നത് 3 കേട്ടോ. അത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, തൃശ്ശൂർ ഉള്ള കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ 2 വേക്കൻസികൾ. ദെൻ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, നമ്മുടെ വയനാട് പൂക്കോടുള്ള വെറ്റിനറി കോളേജിൽ ഒരു വേക്കൻസി. ആ രീതിയിൽ 3 വേക്കൻസികളാണ് നിലവിലുള്ളത്. നിങ്ങൾ ഈ വേക്കൻസി കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാതിരിക്കുകയോ ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു. നിങ്ങൾ തൽക്കാലത്തേക്ക് വേറെ ഒരു ലിസ്റ്റിലും, വേറെ ഒരു ലെവൽ ലിസ്റ്റിലും നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കേട്ടോ, ഒരു ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ലെവലോ പരീക്ഷ നിങ്ങൾ കൃത്യമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് എഴുതുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പരീക്ഷ എഴുതണം. ഓക്കെ, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എന്നാലും പഠിക്കാതെ നിങ്ങൾ ചുമ്മാ പോയിട്ട് ഒരു പരീക്ഷ എഴുതിയേക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയല്ല. നിർബന്ധമായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് പോകണം. വേക്കൻസി കുറവാണെന്ന് കണ്ടിട്ട് ഒരു മന്ദത ഉണ്ടാവരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേക്കൻസികൾ എന്തായാലും കൂടും. ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇതിൽ ധാരാളം NJDs വരും. ഓക്കെ, ഒരുപാട് NJDs വരാനുള്ള സാധ്യതയുള്ള ഒരു ലിസ്റ്റാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യാനൊരു വിമുഖത കാണിക്കും. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോശമായതുകൊണ്ടൊന്നല്ല. എന്താണെന്ന് വെച്ചാൽ പോസ്റ്റിംഗ് കിട്ടുന്നത് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും, അല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെവിടെയാണുള്ളത്? ഇത് തൃശ്ശൂരാണുള്ളത്. അപ്പോൾ തൃശ്ശൂർ തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലേ. അപ്പം പോസ്റ്റിംഗ് കിട്ടിയ ആൾ തിരുവനന്തപുരംകാരനാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂരുള്ള ഒരാളാണെങ്കിൽ യൂണിവേഴ്സിറ്റി വൈസായിട്ട് ട്രാൻസ്ഫർ കിട്ടാനൊക്കെയുള്ള സാധ്യതകൾ കുറവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ചിലപ്പോൾ അവർ നോക്കുമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ ചൂസ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം സപ്പോസ് ഒരാൾക്ക് PWD AE കിട്ടിയെന്ന് വിചാരിച്ചു, അതേപോലെ KSEB AEയിലും അതേ ആൾ ലിസ്റ്റിലുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യും? PWDയോ KSEBയോ ചൂസ് ചെയ്യും ഓവർ ദിസ് പോസ്റ്റ്. എന്തുകൊണ്ടാണ്? KSEB AE എന്ന് പറയുന്നത് ഒരുപാട് വേക്കൻസികളില്ല, മിക്കവാറും സ്വന്തം ജില്ലയിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു തസ്തികയാണല്ലേ. യെസ്, ശമ്പളമൊക്കെ വളരെ നല്ല ഒരു സ്കെയിൽ തന്നെയാണ്. ഇതേ സ്കെയിൽ തന്നെയാണ്, ചിലപ്പോൾ ഇതിനേക്കാളും വരും ചിലപ്പോൾ നമ്മുടെ ഇൻഹാൻഡ് സാലറി എന്നൊക്കെ പറയുന്നത്. ദെൻ PWD AE വളരെ നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ യൂണിവേഴ്സിറ്റിയിലും PWDയിലും ജോലി കിട്ടിയ ആൾ എന്ത് ചെയ്യും? PWD AE ചൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ NJDs കുറേ വരാൻ സാധ്യതയുള്ളൊരു ലിസ്റ്റ് ആണിത്. ദെൻ കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, നമ്മുടെ വെറ്റിനറി കോളേജ് വയനാടുള്ള പൂക്കോടുള്ള വെറ്റിനറി കോളേജ്. അപ്പോൾ അവിടെ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിച്ചു, ചിലപ്പോൾ 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന അവിടെയാണ്. ചിലപ്പം തിരുവനന്തപുരംകാരനാണെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ദൂരത്തിൽ നിലവിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യില്ല, പ്രൊവൈഡഡ് വേറെ നല്ല പോസ്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ. ചിലപ്പോൾ ലെക്ചറിങ് പോളി ഉണ്ടാവാം, അല്ലേ. ദെൻ വേറെയും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പരീക്ഷകൾ കുറേ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം പരീക്ഷകളിലോ അല്ലെങ്കിൽ വളരെ നല്ല വേറെ ഏതെങ്കിലും പോസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നിരവധി NJDs പോകാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് ഈ ഒരു വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 1ാം റാങ്ക് 2ാം റാങ്ക് 3ാം റാങ്ക് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു 4ഓ 5ഓ 10ഓ റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് പോലും ജോലി കിട്ടിയേക്കാം. അതിൽ കൂടുതൽ റാങ്ക് കിട്ടിയ ആൾക്കാർക്കും ജോലി കിട്ടിയേക്കാം. കാരണം ഭാവിയിൽ ഇതിൻ്റെ വേക്കൻസികൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കങ്ങനെ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. നിങ്ങളൊരു എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ, ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ
കണ്ടിന്യൂ ചെയ്യുക. ഒരു 2 മാസം കൂടി നന്നായിട്ട് പഠിക്കുക. ഈ ഒരു പരീക്ഷ കൂടി എഴുതുക. റാങ്ക് ലിസ്റ്റ് അവിടെ കിടക്കട്ടെ. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നോളൂ. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഒരു 5ാം റാങ്ക് ആണെന്ന് വിചാരിച്ചോ, ഒരു 10ാം റാങ്ക് ആണെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ ഒരു 20ാം റാങ്ക് ആണെന്ന് വിചാരിച്ചോ. ആരറിഞ്ഞു നമുക്ക് ജോലി കിട്ടില്ല എന്നുള്ളത്? ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം പതുക്കെ ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു വേക്കൻസിയിലേക്ക് വരുന്നുണ്ടാവും അല്ലേ. ഒരു കുറച്ച് വർഷം കഴിയുമ്പം ഈ വേക്കൻസികൾ കൂടാതെ മറ്റ് യൂണിവേഴ്സിറ്റികളും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 6 വേക്കൻസികൾ വീണ്ടും വരും അല്ലേ. ഇഷ്ടംപോലെ NJDs വരും. കാരണം ഇനി ഭാവിയിൽ കുറേയധികം പോസ്റ്റിങ്ങൾ നടക്കും. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പോസ്റ്റിങ്ങൾ നടക്കാൻ പോവുകയാണ്. ദെൻ ലെക്ചർ ഇൻ പോളിടെക്നിക്ക് വരും. ദെൻ KSEBയിലെ AE വരും അല്ലേ. ഇനി അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ കുറച്ച് വേക്കൻസികൾ ഒരു 2 4 ആ രീതിയിൽ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. NJDs വരും. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDയിലും കുറേയൊക്കെ NJDs ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ല നല്ല തസ്തികകളിലേക്ക് ആളുകൾ പോകുന്നതിനനുസരിച്ചിട്ട് ഇഷ്ടംപോലെ NJDകൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ റിസൈൻ ചെയ്യും. അപ്പോൾ പുതിയ പോസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത്തരത്തിൽ നിരവധി സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ജോലി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക, പരീക്ഷ എഴുതുക കേട്ടോ. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പഠിക്കുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല. കാരണം ഇതേ സിലബസിൽ തന്നെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. ഇതിനായിട്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് തന്നെ പഠിക്കുക. ഇനി ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ഇലക്ട്രിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം കേട്ടോ. അതിൻ്റെ ഡേറ്റ് വന്നില്ല. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിരുന്നാൽ എന്താ ഗുണം എന്താ? യെസ്, ഈ KWAയിലെ AEക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും അല്ലേ. കൂടുതൽ ലെവൽ കൂടിയ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ SSC JEയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൂടുതൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പം അതുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഫലമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമെന്ന് കൂടി ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് ഇപ്പോൾ പരിശ്രമിക്കുക. നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് 2025 ഫെബ്രുവരി 20-ാം തീയതി 7:15 മുതൽ 9:15 വരെയുള്ള ഈ ഒരു സ്ലോട്ടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു തീയതി കണ്ടപാടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം രാവിലെ 7:15 ആവാൻ തന്നെയാണ് സാധ്യത. കാരണം അതൊരു വർക്കിംഗ് ഡേ ആണ് അല്ലേ, സ്കൂൾ വർക്ക് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ 7:15 തന്നെയാണ് ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. അപ്ലൈ ചെയ്ത ആൾക്കാർ 9461 ആയിരുന്നു. കൺഫർമേഷൻ നൽകിയ ആൾക്കാർ 6281 കണ്ടോ. അവിടെ തന്നെ ഒരു 3200ഓളം പേര് കുറഞ്ഞു അല്ലേ. 3180ഓളം പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു കൗണ്ടിൻ്റെ 6280ൻ്റെ ഒരു 60 to 70% ആൾക്കാർ മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധ്യതയുള്ളൂ കേട്ടോ. ഞാൻ പറയുന്ന ഒരു 4000 നിയർലി 4000 ആൾക്കാർ മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധ്യതയുള്ളൂ. അതിൽ തന്നെ പ്രിപ്പയർ ചെയ്തു വരുന്ന ആൾക്കാർ ഇതിൻ്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. സോ നിങ്ങൾ ഓൾറെഡി ട്രാക്കിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നു, നിർബന്ധമായിട്ടും എഴുതുക. ഇനി ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ കൂടി നിങ്ങളുടെ മുന്നിൽ ഒരു 2 മാസം കൃത്യമായിട്ടുണ്ട്. 2 മാസവും ഒരു 4 ദിവസവും കൂടി ഉണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഡിസംബർ ഉണ്ട്, ജനുവരി ഉണ്ട്, ഫെബ്രുവരിയിൽ ഒരു 19 ദിവസം കൂടി ഉണ്ട്. ഡിസംബറിൽ 31 ദിവസമുണ്ട്, ജനുവരിയിൽ 31 ദിവസമുണ്ട്, ദെൻ ഫെബ്രുവരിയിൽ 19 ദിവസം. 31 ദിവസം എന്ന് പറയുമ്പം ഇനി എത്ര ദിവസമുണ്ട്? യെസ്, ഇനി 16 ദിവസമുണ്ട്. 31 ദിവസം 19 അല്ലേ. സോ കൂട്ടിക്കഴിഞ്ഞാൽ 66 ഡേയ്സ് ഇനി നിങ്ങളുടെ കയ്യിലുണ്ട്. പഠിച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഒരുവിധമൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ മാത്രമുള്ള ദിവസങ്ങൾ ഇതുണ്ട്. എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രഷർ ആണെങ്കിൽ കൂടി കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതുവരെ ഒരു ലെവൽ, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാത്ത ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണിത്. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തോളുക. ഓക്കെ, then ഇതിൻ്റെ സിലബസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകളൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്